ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി രാജകുമാരി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് വാർഡന്മാർക്കും കരുണാലയത്തിലെ അന്തേവാസികൾക്കും ഓണസമ്മാന വിതരണം നടന്നു. നഗരത്തിലെ ഗതാഗതം സുഗമമാക്കുന്നതിനായി രാവും പകലും മഴയും വെയിലും വകവയ്ക്കാതെ നിരത്തുകളിൽ സേവനം ചെയ്യുന്ന ട്രാഫിക് വാർഡന്മാരോടുള്ള ആദരസൂചകമായാണ് രാജകുമാരി ഗ്രൂപ്പ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. ഇതോടൊപ്പം ഹെഡ് ലോഡ് യൂണിയൻ തൊഴിലാളികൾക്കുള്ള ഓണസമ്മാന വിതരണവും നടന്നു. കൂടാതെ ആറ്റിങ്ങൽ കരുണാലയത്തിലെ അന്തേവാസികൾക്കുള്ള ഓണസമ്മാന വിതരണവും രാജകുമാരി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്നു. ചടങ്ങിൽ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ CI ശ്രീജിഷ്, SI സുദർശനൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇഖ്ബാൽ, ജനറൽ സെക്രട്ടറി കണ്ണൻ ചന്ദ്രപ്രസ് തുടങ്ങിയവരും രാജകുമാരി ഗ്രൂപ്പ് പ്രതിനിധികളും പങ്കെടുത്തു. രാജകുമാരി അടക്കമുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും ഈ പോലീസിന്റെ 2026 ആറ്റിങ്ങൽ ഓണം എന്ന് നമ്മളൊരു നാമകരണം ചെയ്ത് ഇന്നിവിടെ ഈ ആരംഭിച്ച ഈ ഓണ ചടങ്ങിലേക്ക് അവർ സ്വമേധയാ എത്തുകയും നമ്മുടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാത്തിലും നമ്മുടെ കൂടെ ഉച്ചയ്ക്ക് ഈ സദ്യ കഴിച്ച് പിരിയാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തിയ ഇവർക്ക് ആദ്യമായിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ആശംസയും നന്ദി അറിയിക്കുകയാണ്. 2026 ഓഗസ്റ്റ് 15 മുതൽ ഇത് മൈ പോലീസ് സ്റ്റേഷൻ എന്നൊരു പുതിയ കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട്, അതായത് ജനങ്ങൾക്ക് ഏത് സമയത്ത് വന്നാലും മെച്ചപ്പെട്ട സർവീസ്, അതായത് ഒരാൾ വന്നിട്ട് അന്തമിട്ട് പോലീസ് സ്റ്റേഷനിൽ നോക്കി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഈ 15-ന് ശേഷം, ഇന്ന് മുതൽ നമ്മൾ വന്നതിന് ശേഷം ഉണ്ടാവില്ല. ആർക്ക് വേണമെങ്കിലും ഏത് പോലീസ് ഉദ്യോഗസ്ഥനെയും യൂണിഫോം ഇട്ടവന് വരാം, അല്ലാത്തതിന് വരാം. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സന്തോഷത്തോടെ വന്ന് നിങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണാനുള്ളൊരു സാഹചര്യമാണ് ഒരുക്കുന്നത്. എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണം. പിന്നെ നേരത്തെ പറഞ്ഞു, ആറ്റിങ്ങൽ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നമ്മളെ ടൈം മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങൽ ബ്ലോക്ക് പ്രശസ്തമാണ്. അപ്പം അതിനുള്ളൊരു പരിഹാരം പോലീസിനെ എല്ലാ ജംഗ്ഷനിലും ഇട്ട് ട്രാഫിക് മാനേജ് ചെയ്യാനായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും പ്രവർത്തനത്തിന് നമുക്ക് ഉതകുന്ന ഇതാണ് ട്രാഫിക് വാർഡന്മാർ. ഇവര് ആറ്റിങ്ങലിന്റെ മായാത്ത മുഖങ്ങളാണ്. അതുകൊണ്ട് 10 വർഷമോ എത്രയല്ലോ അന്നോട്ട് ഇവരെല്ലാം അവിടെ ഉണ്ട്. നമ്മുടെ മോഹൻലാലിനെ പോലെ ഇരിക്കുന്ന ആള്, അങ്ങനെ ഒത്തിരി പേര്, അതായത് നമ്മള് ഈ ആറ്റിങ്ങൽ വഴി പാസ് ചെയ്താൽ ഇവരെ കാണാതെ ഒരു ദിവസമില്ല, എപ്പോഴെങ്കിലും അവരെ കാണും നമ്മള്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ആ ചെറുപ്രായത്തിൽ പറഞ്ഞ ഓർമ്മ വെച്ച് ഞാൻ പറയുന്നതാണ്. അപ്പൊ ഇവരെല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇവരെല്ലാം നമ്മുടെ പോലീസിന്റെ ഒരു ഭാഗമാണ്. ഈ ട്രാഫിക് നിൽക്കുന്നവരെ നമ്മൾ ഇവരെ ട്രാഫിക് വാർഡനായിട്ടല്ല കാണുന്നത്. അതിന്റെ ഫലമാണ് ഇന്നിപ്പോ രണ്ടാമത്താണ്. കഴിഞ്ഞൊരു ദിവസവും അവർക്ക് ഓണക്കിറ്റും ഓണക്കോടികളെല്ലാം ഇന്നും കൊടുത്തു. അതായത് അവർ ചെയ്യുന്ന പ്രവർത്തനം ജനങ്ങൾ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ വ്യാപാരികൾ അംഗീകരിക്കുന്നു. അത് നിങ്ങൾക്കുള്ള ഒരു അർഹതയുടെ അംഗീകാരമാണ്. നിങ്ങളിത് കീപ്പ് ചെയ്യണം. അതായത് ഈ മൊമെന്റം കീപ്പ് ചെയ്ത് ഇവിടെ ട്രാഫിക്കിന് നല്ല ഒരു മെച്ചപ്പെട്ട ഒരു സിസ്റ്റം, എന്തെങ്കിലും പരിഷ്കാരങ്ങൾ വേണമെങ്കിൽ നമ്മുടെ അടുത്ത് പറയാം. അത് നമ്മൾ അതനുസരിച്ച് ചെയ്യും. കാരണം നിങ്ങൾക്കാണ് ഈ ആറ്റിങ്ങലിലെ ട്രാഫിക്കിനെ പറ്റി ഏറ്റവും കൂടുതൽ ബോധമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഡ്യൂട്ടിയും ഈ അവസരത്തിൽ വയ്ക്കുന്നു. ഇത് ഇതിൽ പങ്കാളികളായ ലോഡിങ് തൊഴിലാളികൾ പലരും നമ്മുടെ സുഹൃത്തുക്കളാണ്, ഒപ്പം പഠിച്ചവരവരുണ്ട്. അപ്പം അടക്കമുള്ള എല്ലാവർക്കും ഈ 2026 ആറ്റിങ്ങൽ ഓണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനും രാജകുമാരിയും ചേർന്ന് ഇന്നിവിടെ ഓണാഘോഷ പരിപാടി നടത്തുകയാണ്. ആറ്റിങ്ങലിൻ്റെ മാതൃകാ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാ പോലീസുകാരും ഇവിടുത്തെ ISHOയും ചേർന്ന് ഞങ്ങളൊരു ഓണാഘോഷ സദ്യ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിലെ പൊരുവെയിലത്ത് നിൽക്കുന്ന പോലീസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ട്രാഫിക് വാർഡന്മാർക്കുള്ള ഓണക്കിറ്റും, അതോടൊപ്പം ഇവിടുത്തെ ഹെഡ് ലോഡ് വർക്കേഴ്സിനുള്ള ഓണസമ്മാനവും, അതുപോലെ ഇവിടുത്തെ ക്ലീനിങ് തൊഴിലാളികളായി ടൗണിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള ഓണത്തിനുള്ള അരിയും വിതരണ ഉദ്ഘാടനം ആണ് നടന്നത്. ഈ മഹത്തായ ചടങ്ങിൽ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും, ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനുള്ള ഉദ്യോഗസ്ഥർക്കും രാജകുമാരി ഗ്രൂപ്പിൻ്റെ ഓണാശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിലുള്ള കരുണാലയത്തിലും ഇന്ന് ഓണ ആഘോഷം നടക്കുകയാണ്. അത് രാജകുമാരിയുടെ വകയായി അവിടെയും ഓണസദ്യ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്.